ഹലോ ഗേൾസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു പുട്ടി വീഡിയോ ആണ് ചെയ്യുന്നത്. അധികം പുട്ടിയൊന്നുമില്ല, സ്കിൻ ഫിനിഷ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളത് എംബ്രലൈസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ബെസ്റ്റ് മേക്കപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. മറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെയല്ല, മേക്കപ്പിന് ഏറ്റവും ബെസ്റ്റ് ഈ മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് എന്തായാലും നമ്മളൊരു പ്രൈമറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സെഫോറയുടെ കെയർ പ്രൈമറാണ്. ഇത് വന്നിട്ട് നല്ലൊരു പ്രൈമറാണ് കേട്ടോ. കുറച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെയൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ വില വരുന്നത് 1355 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ നല്ലൊരു പ്രൈമറാണ്. ഏകദേശം ഒരു 4000 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ള പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉണ്ട് സെഫോറയുടെ എല്ലാ പ്രൊഡക്ട്സിനും. അതാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. സ്കിന്നിനെ നല്ലോണം ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും. മേക്കപ്പ് ബേസായിട്ട് നല്ലൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കണം ഗൈസ്, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം, അല്ലെങ്കിൽ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തില്ല. അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെഫോറയുടെ ബെസ്റ്റ് സ്കിൻ എവർ ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് 1525 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷേ നമ്മൾ നാഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ആ ഒരു റേഞ്ച് ക്വാളിറ്റി ഇത് കാണിക്കുന്നുണ്ട്. ഭയങ്കര സ്കിൻ ഫിനിഷാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പായിട്ട് ബോബി ബ്രൗൺ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും നല്ലോണം സ്കിൻ ഫിനിഷാണ്. നമുക്ക് ഡെയിലിയൊക്കെ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന അധികം ഒരു പുട്ടി ഫീലില്ല. പക്ഷേ ആ ഒരു ലെവലിൽ എനിക്ക് പിന്നെ ഒരു തോന്നിയ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്കിഷ്ടമുള്ളൊരു ഫൗണ്ടേഷനാണ് മെയ്ബിലിൻ. അതും ഭയങ്കര നാച്ചുറൽ ഫൗണ്ടേഷനാണ്, നാച്ചുറൽ ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ബ്ലെൻഡിങ് ആണ്. അതുപോലെ തന്നെ സ്കിന്നിലേക്ക് നല്ലോണം അങ്ങ് അബ്സോർബ് ആവുന്ന ടൈപ്പ് ഫൗണ്ടേഷനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഫൗണ്ടേഷനാണ്. അപ്പോൾ എനിവേ അത് കണ്ടോ, അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടോ, നമ്മുടെ സ്കിന്നാണെന്നാണ് പറയത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് അധികം പ്രോഡക്റ്റ് എടുത്ത് ഇടുന്നതാണ് കേട്ടോ. ഇത്രയും പോലും ഞാൻ പുറത്ത് പോകുമ്പോൾ ഇത്രയും ഇടാറില്ല. ജസ്റ്റ് നമ്മുടെ ആ സ്കിന്നിൻ്റെ ഡിസ്കളറേഷൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാറേ ഉള്ളൂ. അതും കൺസീലർ മാത്രമാണ് കേട്ടോ സംടൈംസ് യൂസ് ചെയ്യാറുള്ളൂ. അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെഫോറയുടെ കൺസീലറാണ്. സെഫോറയുടെ ബെസ്റ്റ് സ്കിൻ എവർ കൺസീലർ. ഇതിൻ്റെ വില വരുന്നത് 1271 രൂപയാണ് ഒരു കുപ്പിക്ക് വരുന്നത്. അപ്പോൾ പക്ഷേ നല്ലൊരു കൺസീലറാണ്. ഇതും ബെസ്റ്റാണ്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേറ്റർ ഞാൻ കാണിച്ചു തന്നല്ലോ. ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഒരു പൂച്ച കാലെടുത്ത് വയ്ക്കുന്ന പോലെ ഇങ്ങനെ പതുങ്ങി വരും. അതായത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര കംഫോർട്ടാണ് കേട്ടോ. അത് നല്ലൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി. കണ്ടോ, ആ ഒരു കൺസീലറും ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്. അധികം ഒരു ഹെവിനെസ് നമുക്ക് തോന്നില്ല. സൂപ്പർ നാച്ചുറൽ ഫിനിഷിംഗ് ആണ്. കണ്ടോ എത്ര വേഗമാണ് അത് ബ്ലെൻഡ് ചെയ്യുന്നത് നോക്കി. അപ്പോൾ ബ്ലെൻഡിങ് അതാണ് മേക്കപ്പിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ഇടയ്ക്ക് പാട്ടും ഡാൻസും ഉണ്ട് കേട്ടോ. എനിവേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫോൺ വെച്ച് നോക്കി. ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ് അതാണല്ലോ, ഫോൺ വെച്ച് നോക്കും. ഫോണിൽ പറ്റിക്കഴിഞ്ഞാൽ നോ നെവർ. അപ്പോൾ നമ്മൾ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുക്കും. മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഐബ്രോസ് പാക്കിൻ്റെ ഐജലാണ്. ഞാൻ അനസ്താഷ്യ ബ്യൂറി ഹിൽസ് പാലറ്റിലെ ഒരു ബ്രൗൺ കളർ എടുത്തിടുവാണ്. ലൈറ്റായിട്ട് മതി. ഇനി അടുത്തായിട്ട് നമ്മൾ നന്നായിട്ട് ഐലൈനർ എഴുതി കൊടുക്കുന്നു കേട്ടോ. ഐലൈനർ എഴുതുന്ന പാർട്ടാണ് എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടം. പക്ഷേ ചിലർക്കെങ്കിലും അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒന്നും ഡിഫിക്കൽട്ടും ഇല്ല, ഈസി ആയിട്ട് ആർക്കും ചെയ്യാവുന്ന ടെക്നിക്കാണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കണ്ണിൻ്റെ ഇന്നർ കോർണർ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അതർവൈസ് വേറെ രീതിയിൽ നമുക്ക് കണ്ണെഴുതാൻ പറ്റും. കണ്ണിൻ്റെ ഔട്ടർ കോർണർ വരച്ചിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റേ കണ്ണ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അത് വേറെ രീതിയിലാണ് എഴുതുന്നത്. നന്നായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ലൈനർ വെച്ചിട്ട് നന്നായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഈ കണ്ണ് ഞാൻ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കണ്ണിൻ്റെ ഇന്നർ കോർണറിലും ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അത് രണ്ടും കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. പിന്നെ നമ്മൾ വരയ്ക്കുമ്പം കൈ വിറയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. കൈ വിറയ്ക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ഡെയിലി കണ്ണെഴുതുമ്പോൾ അത് ശരിയായി വന്നോളൂ കേട്ടോ. ഡെയിലി ചെയ്താണ് ഏതൊരു കാര്യമുള്ളൂ നമ്മൾ പെർഫെക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ശരിക്കും നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കണ്ണിൽ തന്നെ ഒരു 1 അവർ സ്പെൻഡ് ചെയ്ത് നമുക്ക് മേക്കപ്പ് ചെയ്യാം. പക്ഷേ അതിനൊന്നും നമുക്ക് സമയമില്ലല്ലോ. ഇനി നമ്മൾ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാരയാണ്, നല്ലൊരു മസ്കാരയാണ്. അടുത്തത് മാക്കിൻ്റെ ലിപ് പ്രൈമർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ നല്ലൊരു ഷെയ്ഡാണ്, സെഫോറയുടെ നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് നെയിം വന്നിട്ട് 16 ആണ് ഈ ഒരു ഷെയ്ഡ് നെയിം. നല്ലൊരു ഷെയ്ഡാണ്, നല്ല കളർ അല്ലേ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു
ചുണ്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കളർ ഇട്ട് കൊടുത്തു. ആ ഒരു കളർ ഷെയ്ഡ് വന്നിട്ട് 4-1 ആണ്, സെഫോറയുടെ തന്നെ. ഇനി ലിപ് ഗ്ലോസും ഇട്ട് കൊടുത്തു കേട്ടോ, ഹ്യൂഡ ബ്യൂട്ടിയുടെ. ദെൻ നമ്മൾ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള പരിപാടിയാണ് നൂല് വെച്ചിട്ട് നമ്മൾ കോണ്ടോർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ സ്മാഷ് ബോക്സിൻ്റെ 3 കളർ കോണ്ടോർ എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിതേ ഇട്ട് കൊടുക്കുകയാണ് നൂല് കെട്ടിയതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ എന്താവും നോക്കാം. വന്നല്ലോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ നൂലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റും. മറ്റേ സൈഡിൽ അല്ലാതെ ചെയ്തു. ഇനിയിപ്പോൾ മാക്കിൻ്റെ ബ്ലഷാണ് ഇട്ട് കൊടുക്കുന്നത്. മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ബ്ലഷാണ്. നല്ല നാച്ചുറൽ ബ്ലഷാണ് കേട്ടോ. അതുപോലെ തന്നെ ചാർലറ്റ് ടിൽബുറിയുടെ എയർ ബ്രഷ് സെറ്റിംഗ് സ്പ്രേ ആണ് അടിച്ചു കൊടുത്തത്. എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്, എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എനിവേ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് പരിചയപ്പെടാനും ഒക്കെ നല്ലൊരു അവസരമാണ്. ഇനി അതുപോലെ തന്നെ ഫെൻറ്റി ബ്യൂട്ടിയുടെ ഹൈലൈറ്ററാണ്. ഈ ഒരു ഫെൻറ്റി ബ്യൂട്ടിയുടെ എന്തോ ഒരു ബോംബാണ്, എന്താണെന്നും അത് അയ്യോ മറന്നുപോയി. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. നല്ലൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്ത് തന്നെയാണ് എൻ്റെ മുഖത്ത് ആ ഒരു തിളക്കം വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ബൈ.